നമ്മൾ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഡ്രോണുകളെ കണ്ടിട്ടുണ്ടാവും. വീഡിയോകളും മറ്റു സാധാരണ ഡ്രോണുകളെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ യുദ്ധത്തിനും മറ്റും ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഡ്രോണുകളുടെ ഭാവിയെ പറ്റി പറയുകയാണെങ്കിൽ അത് വളരെ വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിലും അപ്പുറത്തേക്ക് കൃഷിയിൽ, ചരക്ക് നീക്കത്തിൽ, രക്ഷാപ്രവർത്തനങ്ങളിൽ തുടങ്ങി എല്ലാ മേഖലയിലും ഡ്രോണുകൾ പ്രധാന പങ്ക് വഹിക്കും. ഉദാഹരണത്തിന് വലിയ ചരക്കുകൾ വളരെ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കാം. ഹോട്ടലുകളിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ഡെലിവറികൾക്കായി ഡ്രോണുകൾ വളരെ പ്രയോജനപ്പെടും. റൂമുകളിലേക്ക് ചെറിയ സാധനങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ ആശുപത്രികളിൽ അത്യാവശ്യം മരുന്നുകൾ വേഗത്തിൽ കൊണ്ടുപോകാൻ, പോസ്റ്റ് ഓഫീസുകളുടെ കാര്യത്തിൽ ഉൾപ്രദേശങ്ങളിലേക്ക് കത്തുകളോ ചെറിയ പാഴ്സലുകളോ എത്തിക്കാൻ ഡ്രോണുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും മണിക്കൂറുകളോ ദിവസങ്ങളോ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാനും കഴിയുന്നവയാണ്. എന്നാൽ സാധാരണ ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകളുടെ പറക്കൽ സമയം താരതമ്യേന വളരെ കുറവാണ്. സാധാരണ 20 മുതൽ 40 മിനിറ്റ് വരെയാണ് അവയ്ക്ക് പറക്കാൻ സാധിക്കുക. സാധാരണയായി ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ സാധിച്ചേക്കും. എങ്കിലും ഇത് ഡ്രോണിന്റെ മോഡലിനെയും കാലാവസ്ഥ സാഹചര്യങ്ങളെയും പറക്കുന്ന വേഗതയെയും ആശ്രയിച്ചിരിക്കും. ആമസോൺ ഇപ്പോൾ അവരുടെ പ്രൈം എയർ ഡ്രോൺ ഡെലിവറി സർവീസ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലാണ് ഇത് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. എങ്കിലും ഇത് എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമല്ല. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇന്ത്യയിലും ചരക്ക് നീക്കങ്ങൾ ഉപയോഗിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു.